പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം രാവിലെ തന്നെ ഞങ്ങൾക്ക് മീച്ചിട്ടുണ്ട്. ഒരു 5:30 ആയപ്പോൾ ഞങ്ങൾ മീച്ചിട്ടുണ്ട്. ഇന്ന് പെരുന്നാളാണ്. എല്ലാവർക്കും ഒരു ഹാപ്പി ഈദ് മുബാറക്ക് എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ഇന്ന് വേറൊരു ആളാട്ടോ നമ്മളൊക്കെ ഉള്ളത്. മറ്റുള്ളവരൊക്കെ ഡ്രസ്സ് മാറ്റാനൊക്കെ പോയതാണ്. കാണിച്ചു തരാട്ടോ. ഇതാണ് ആള്. ഇതാരാന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്? ആരാണ്? ഞാൻ എന്റെ പേർക്കൊന്നും അറിയാം. ഞാൻ ക്യാമറമാന്. കുറെ മുന്നത്തെ വീഡിയോ എടുത്തപ്പോ എന്താണ് വീഡിയോ എടുത്തിന്റെ ആള് ഞാനാണ്. അതൊക്കെ തന്നെ പറയാം. കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ ഇന്ന് പെരുന്നാളിന്റെ വീഡിയോ കാണാം. എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, പിന്നെ എന്തെങ്കിലും കമന്റ് ഇട്ടോ. എന്നാലും നമുക്ക് പുതിയ പുതിയ വീഡിയോ ഇടാനുള്ള ഒരു എനർജി കിട്ടുള്ളൂ. അപ്പൊ ഇനി കുളിച്ച് കഴിഞ്ഞൊക്കെ കാണാലോ. അതെ അതെ, കുളിച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് പായസാ? എന്ത് പരിപ്പ്? ചെറുപയർ പരിപ്പ്, കിച്ചടി പരിപ്പാണിത്. ആ ഒരു പായസമാണ് ഉണ്ടാക്കാൻ പോണത്. പിന്നെ എന്താ ഇതിനുള്ള സംഭവമൊക്കെ റെഡി ആക്കുന്നുണ്ട്. നമ്മളെ സ്പെഷ്യൽ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെരുന്നാളിന് അധികം ദിവസം ഇവിടെ രാവിലെ പുട്ടേക്കരും. പുട്ട് നിന്നിട്ടാണ് ഞങ്ങൾ പെരുന്നാളിന് പള്ളിയൊക്കെ വരും. നിങ്ങൾ കുളിച്ച് മാറ്റി വരാം, എന്നിട്ട് കാണട്ടോ. ഔട്ട്ഫിറ്റ് ഒക്കെ നോക്കണം. പ്രിന്റ് ഷർട്ടുമാണ്. പള്ളി പോകാൻ നിൽക്കണ്. ബാക്കിയുള്ളവരൊക്കെ എത്താൻ ഓരോ വേണ്ടി കാത്തു നിൽക്കണ്. പള്ളിക്ക് തക്ബീറൊക്കെ ചൊല്ലി തുടങ്ങിയിരിക്കണേ. നമ്മള് പള്ളിക്കലെത്തിട്ടോ. ആ ഒരു നിസ്കാരത്തിന് വേണ്ടിയാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നാം വിശദമായി പറയുന്നില്ല. വർഷത്തിൽ 2 അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടോ. അതിന്റെ പരിപാടി കഴിയല്ല, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ദിനുവിനും സിലുവിനെയും പാനിയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് വല്യമ്മാൻ്റെയും വല്യപ്പാൻ്റെയും കബറങ്ങ പോകണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മൾ വീട്ടിൽ പോകും. പിന്നെ മുതൽ നമ്മൾ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാം ഇന്നത്തെ വീഡിയോ ഉണ്ടാവും കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. ഇതാരാണ്? ചെക്കൻ ഫുൾ ഔട്ട്ഫിറ്റ് സെറ്റാക്കി കീരി വന്നേക്കണ് കേട്ടോ. ഇതെന്താണ്? ഇത് പ്രിന്റ് ഷർട്ട് നല്ലത്. കോലം മാറ്റി ചെരുപ്പൊക്കെ കണ്ട. ഏതാണ്? ബെൻസ എന്താണ് കാണിച്ചെടുത്ത? അതേപോലെ കുറച്ച് ടീമിനെ കാണാണ്ട് കേട്ടോ. ഒക്കത്തിനും കാണിച്ചു തരും. നമ്മളെ ടീമിലെ അടുത്ത താരം കളറായിക്കൊണ്ട് എത്തിയിട്ടുണ്ട്. ഒന്ന് നിന്നെടുത്താ ആ ഒരു സെറ്റ് ഔട്ട്ഫിറ്റ് ഇന്നത്തെ ദിവസം കൊണ്ടുപോയിട്ടോ. ഇതേപോലെ ഇനി കുറച്ച് ടീമും കൂടെ വരാണ്ട്. ഓലൊക്കെ എല്ലാവരും കാണിക്കൂട്ടോ. എന്താ പറഞ്ഞേ? പറഞ്ഞോ? അതെ അല്ല, എന്താ ഇപ്പൊ ആക്കി? എന്താ ആ ഡിസൈൻ ഒന്ന് കാണിച്ചെടുത്താ? ആ ഡിസൈൻ നേരത്തെ ആക്കിയ ഡിസൈൻ ഹിന്ദി കയറൂല. അവൻ ബർമൂടാക്കാൻ നിൽക്കാൻ. ചെക്കൻ ഫോട്ടോഷൂട്ടിന് റെഡി ആവാൻ കേട്ടോ. കണ്ടോ മാലക്കെട്ട് സെറ്റ് ആവണേ. ആരാപ്പത് ഫോട്ടോഷൂട്ട് എടുക്കാനായിട്ട്? എന്തൊക്കെ വേണ്ടി ആയിട്ട് കോസ്റ്റ്യൂം കാണിച്ചു കൊടുക്കട്ടെ. ഇവിടുത്തെ ഒരു കൊറിയൻ ബോയ് ആണിത്. ഓന്റെ മുടിയൊക്കെ കണ്ടില്ല. ഞങ്ങക്ക് എന്തൊരു മടി. എന്റെ ഫാൻസ് ഒക്കെ വരും ഇപ്പൊ. ചെരുപ്പ് ബെൻസിന്റെ ചെരുപ്പ്, ബാഗ്, പാന്റ്. മുടി കാണിച്ചാ എന്താണ്? എനിക്കെന്താ പണി? ഞങ്ങൾ ചാനല് തപ്പ കിട്ടിയാ? സബ്സ്ക്രൈബ് ചെയ്യ്.
സബ്സ്ക്രൈബ് ചെയ്തേ. നമ്മളെ സബ്സ്ക്രൈബർ അല്ലട്ടാ. ഇവിടെ നോട്ടിഫിക്കേഷൻസ് നമ്മളെ സബ്സ്ക്രൈബർ അല്ല. സബ്സ്ക്രൈബർ ആയി ചിരിച്ചാ ഒരു ഹായ് കൊടുത്താ. എനിക്കൊരു ചുങ്ങം കിട്ടി. ഒരു ഹായ് കൊടുക്കേ. ഇത് പെരുന്നാളുപ്പായ ഇവനെന്റെ ടീമിന്റെ പേരെന്തേ? ചേമുള്ളി ഗാങ്സിന്റെ ലീഡറാണ്. ഫ്രീക്കായി വന്നിക്കണേ. ഇതെന്താ കുപ്പായത്ത് പോയ ചിത്രോ? ഓന്റെ ഷൂ ആണ്. ഓന്റെ കാൽമടാത്തോണ്ട് ഓന്റെ കുപ്പായത്തെ മട്ടാണ്. പാനോ ഇടാ. ഫ്രീക്ക് മുൽജാ ഫാത്തിമ. ചിരിക്കൂലേ? എന്താ നമ്മളെ വീഡിയോ ഉണ്ടാ? പുതിയ സബ്സ്ക്രൈബറാണ്. 109-ാമത്തെ 10-ാമത്തെ സബ്സ്ക്രൈബറാണ് അല്ലേ? ടീം ലീഡർ. ടീം ലീഡർ ഇങ്ങനെ ദമ്മിട്ട് അടിക്കാണ്. എന്താ ജാടെന്നോ എനിക്കറിയാം. ഇൻസ്റ്റാഗ്രാം ഉണ്ടാ? ഏതാ ചേമുള്ളി ഗാങ്സാ? ഇച്ചിമുള്ളി ഗാങ്സ്. ഇജാ ടീമിലുണ്ടാ? ഇത് സെക്കൻഡ് ലീഡർ. അപ്പൊ എന്താ എനിക്ക് ഫോട്ടോ വേണോ? എനിക്ക് എന്തിനാ ഫോട്ടോ കാണാനാ? നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്? വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക്? ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് അല്ലേ? എല്ലാണ്ട് ഒരു ഗാങ്സ്റ്റർ അല്ലേ? ഉള്ളൊക്കെ ഭയങ്കര ഗ്യാങ് ഉണ്ട്. ടർക്കില് പോയാ ചാത്തി മൂക്കേച്ചി പോയി. ഇത് ഋഷുവിന്റെ വീട്ടിലെ പായസമാണ്. എങ്ങനെയുണ്ട്? എന്റെ വീട്ടിലെ പായസം. എന്റെ വീട്ടിലെ പായസം എങ്ങനെയുണ്ട്? കിടലാണ്. കിടില? ഇന്നോടല്ലേ ചോദിച്ചു. എന്റെ വീട്ടിലോ? കിടില? രണ്ടാളും എന്റെതോ? അടിപൊളിയാ? പായസം എങ്ങനെയുണ്ട്? സൂപ്പർ. പായസം എങ്ങനെയുണ്ട്? ഇന്നത്തെ ഫസ്റ്റത്തെ പായസം അല്ലേ? ഫസ്റ്റത്തെ അല്ല, രണ്ടാമത്തില്ലേ? ഇയാൾക്ക് എന്താ ഇവിടെ പണി? പായസം കുടിച്ചാ? പായസം കുടിച്ചാ? ഇല്ലേ? അമ്മച്ചിൻ്റെ അടുത്ത് പോയി വാങ്ങിക്കോട്ടാ. അതല്ലടോ, അത് എന്ത് പായസം പറഞ്ഞെടുത്തില്ല. പറഞ്ഞ നമ്മളെന്ത് പായസം പറഞ്ഞ? പൈനാപ്പിൾ പായസം. ഇവിടുത്തെ ഗൃഹനാഥനാണ് ഈ ഫ്രീക്ക് പോയി കൊറിയൻ പോയി. കിട്ടി ഫസ്റ്റ് തടി. ഓ രണ്ട് സെക്കൻഡ് അടി ഉണ്ടാക്കല്ലേ? എന്തടോ അതല്ല സെലക്ട് ചെയ്ത് പൈസ കൊടുത്ത് ഞാന് ഷർട്ടിന്റെ പൈസ കൊടുത്ത് ഞാന് എന്താ പാന്റ് ഉഷാറായി. ഫ്രീക്ക് പാന്റ് കുറവായാ എന്തിന്? വെറും 35. ഈദിടെ ഔട്ട്ഫിറ്റ്. ഈദ് മുബാറക്. ഈദ് മുബാറക്. ഈദ് മുബാറക്. ഈദ് മുബാറക് പറഞ്ഞ ഈദ് മുബാറക്. കുറച്ച് ഉറക്കാൻ പറയും. ഈദ് മുബാറക്. ഈദ് മുബാറക്. നിങ്ങൾ പറയാം ഈദ് മുബാറക്. ഈദ് മുബാറക്. ഒരു ഉമ്മ എടുത്തോ, നമ്മളെ വ്യൂവേഴ്സിന് ഉമ്മ എടുത്തോളൂ. പുല്ലു ഫോട്ടോഗ്രാഫി. എന്താ ഞാൻ പറഞ്ഞേ?
അതുട്ടി മകൻ സിദ്ധുട്ടി ഇതാ നിക്കാ കഴിക്കുന്നു. ഇതെടുത്തോളി നീ ഫോട്ടോ എടുത്തോ. എന്റെ ഫോട്ടോ മെസ്സേജ് കഴിക്കാം. ഇവനാണ് എല്ലാരും കേടെടുത്തിട്ടുണ്ട്. ഇച്ചമുള്ളി ഗ്യാങ് ലീഡർ. അടുത്ത കണ്ണോടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിവിടെ അതന്നെ 2 കണ്ണാണ്. അല്ല ഒന്ന് താത്തില്ല. വൈറ്റും ഗ്രീനും ഇങ്ങനെ ആക്കാം. അങ്ങനെ അല്ലടാ, അങ്ങനെ ആക്കിയ രസം. അതെ അങ്ങനെ നീ ഇങ്ങോട്ട് തിരിഞ്ഞാ നീ തിരിഞ്ഞോ. ഇത് വേണ്ട. ആരാ ഉണ്ണിക്കൊണ്ടൻ അത് ഫോട്ടോ എടുത്ത് എടുത്താ. ഫോട്ടോ എങ്ങനെ കണ്ടി വിശ്വ അങ്ങനെ ആക്കി കൊടുക്ക ഇങ്ങനെ ആക്കി. എങ്ങനെയാക്കി ന്യൂ ഗ്യാങ് വിത്ത് ഋഷു വിത്ത് മോഡലർ ഋഷു. സാധനം മറ്റേ വീഡിയോ എടുക്കില്ല അങ്ങനെ ഇങ്ങനെ വെക്കണ്ട ഇങ്ങനെ വേണ്ട. ഇവിടുത്തെ ഗേൾസ് ഗ്യാങ് ചെമ്മുള്ളി പിച്ചിമുട്ടിയാത്ത പിന്നെ കന്നോൾ ജൂനിയർ ഗ്ലാസ് ഒക്കെ ഉണ്ടാ. പായസം ഇടാ. എല്ലാവരും പായസം കൊടുക്കേ. ഇതെന്താ ഇവിടെ ഫോൺ വിളിച്ചു വെക്കാം. പായസം എനിക്ക് പായസം വേണ്ട. ആണോ വേണോ? കുറച്ചൊക്കെ മതി. കുറച്ച് മതിയോ? ഒരു വലിയ ഗ്ലാസ്സിൽ വരാം. എന്നാ കേട്ടോ പറയും. നമ്മളെ ആപ്പാന്റെ വരിത്താണ്. എന്താ സാധനം? പൈനാപ്പിൾ പുഡിങ്. പൈനാപ്പിൾ പുഡിങ് എങ്ങനെയുണ്ട്? റിവ്യൂ പറയും. രസമുണ്ടോ സാധനം? എങ്ങനെയുണ്ട്? ഇത് വലിയ മുതലാളി, ഇത് കൊച്ചു മുതലാളി. പറയ്. നല്ല ടേസ്റ്റി ഉണ്ട്. ടേസ്റ്റ് ഉണ്ടോ? ഫിറോസിഖാന്റെ വകയിൽ ഒരാളും അല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റി ഉണ്ട്. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി നൗഫൽ ബ്ലോഗ്സ്. 100K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നൗഫൽ ബ്ലോഗ്സ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സെറ്റ്. ഹലോ എന്താ റഷിമുള്ളി ഗാങ്സിൽ ഇവനും ഉണ്ട് കേട്ടോ. ഇവനും ഉണ്ട് ലീഡർ. മറ്റോ നമ്മളെപ്പോഴും പടക്കം മേടിച്ചാൽ പോണേ. പടക്കം മേടിച്ചാൽ എപ്പോഴും വേണ്ടി? ഇവനാണ് മുതലാളി. ഇവൻ പറയും എപ്പോഴും വേണ്ടി പോകണോ? കുറച്ചുകൂടി ഏതൊക്കെ ഫാൻസ് ഉണ്ട് ചെയ്യാൻ. ഫോട്ടോ എടുത്ത് കൊടുത്താണ് പാവാണ്. പ്ലിങ്ങായി ഇല്ല. ചേച്ചേ കട്ട് ചെയ്യണ പരിപാടിയൊന്നും ഇല്ല. ഇത് കന്നോൾ ജൂനിയർ. അല്ല അതിന്റെ കാപ്പി ഞാൻ നാളത്തെ ചളി ഉണ്ടാക്കാൻ വേണ്ടി. എന്നിട്ട് ചളി ഉണ്ടോ? ചളിയൊന്നുമില്ല, വൃത്തിയാക്കിയിട്ടുണ്ട്. വൃത്തിയാക്കിയില്ല. അപ്പൊ സോപ്പ് ആക്കിയിട്ടില്ല, വൃത്തിയാക്കിയിട്ടുണ്ട്. സോപ്പോ? നമ്മ ക്യാമറാമാനെ കുത്തി വെച്ച് ക്യാമറാമാനല്ലേ നല്ലൊരു സോപ്പ് കണ്ട് 2 കോല് കുത്തി വെച്ച് കണ്ട് കേടെടുത്തി. നല്ലൊരു സോപ്പ് 2 എണ്ണം കുത്തി വെച്ച് കണ്ട് കേടെടുത്തി. അടുത്ത കുളിച്ചാലായിട്ട് കുഴപ്പമൊന്നുമില്ല. കണ്ണാട പോലെ നിങ്ങൾ ഇന്നലത്തെ വീഡിയോ ഉണ്ടോ? എങ്ങനെയുണ്ട്? നമ്മ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട്. ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാം. പ്ലേ ബട്ടൺ കിട്ടിയവർക്ക് പ്ലേ ബട്ടൺ കിട്ടിയാൽ ഞങ്ങൾക്ക് ചെലവ് തരുമല്ലേ? എല്ലാവരും ചെലവ്. പ്രോമിസ് അല്ലേ? പ്രോമിസ്. പ്രോമിസ് ആണ്. എല്ലാവരും മറക്കാതെ ചെയ്യണം. പ്രോമിസ്
യെസ് പ്രൊമീസ് അടിയോ മറക്കാതെ ചെയ്യണം എല്ലാവരും. ഓക്കെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. കമൻറ്റും കമന്റ് ചെയ്യണം. നിൽക്കുകയാണ്. ഇതാ റെസിന് ഇവിടെ റെഡി ആയിക്കണം. എല്ലാവരും കിട്ടും. കസിൻസ് ഫോണിലുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടോ? ഫുഡൊക്കെ എടുത്തൊക്കെ തുടങ്ങി. വെറുതെ അറിയിപ്പിക്കാണ്. ഇപ്പോൾ തുടങ്ങാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി. വേണ്ട ഒഴിച്ച് നല്ല വൃത്തിയാക്കിയൊക്കെയാണ്. എന്താണ് ഓരോ കാട്ടിക്കൂട്ടം. അതെ അതെ ശോഭിൽ ഞങ്ങളും മാട്ടിലെ മൂത്താപ്പാന്റെ പേരിലാണ് ചോറയിക്കാൻ വന്നാണ്. അപ്പൊ ഇപ്പൊ നമ്മള് ചോറയിച്ചൊക്കെ കഴിഞ്ഞ് നമ്മളെ പുഡിങ്ങൊക്കെ തിന്ന് വരികയാണ്. പുഡിങ് പൈനാപ്പിൾ പുഡിങ്. ചോറെന്തേനു? ചോറ് കുട്ടൻ ബിരിയാണി പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ട്. പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ സലാഡ് പിന്നെ ഒരു 2 ടൈപ്പ് അച്ചാറുണ്ട്. ഒന്ന് പുളിയല്ല മധുരത്തിന്റെ മുന്തിരി അച്ചാറ് ഞാൻ തിന്നോ? ഞാൻ ചിക്കൻ ബിരിയാണി. എനിക്ക് ചിക്കൻ എല്ലില്ലാത്ത ചിക്കനാണ്. ഞാൻ തപ്പി നേരം പോയി. എല്ലില്ല ചിക്കൻ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ നമ്മളിപ്പോ തിന്നതിന് ഇപ്പൊ ഞങ്ങളൊന്ന് ബ്രേക്കാണ്. ഞങ്ങളൊന്ന് ഇവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ അടുത്ത തീറ്റ എപ്പോഴാ? അടുത്ത വൈകുന്നേരം ആയിക്കാരം. അല്ലെങ്കിൽ വല്ല ഉച്ചക്ക് കുട്ടികൾക്കായിട്ട് വല്ല ഐസ്ക്രീമൊക്കെ വാങ്ങി തന്നില്ലെങ്കിൽ പടക്കം പൊട്ടിക്കടാ. പടക്കം പൊട്ടിക്കണം. പിന്നെ പെരുന്നാളിന് പടക്കം പൊട്ടിക്കുണ്ടോ? ഇവിടെ നിന്നില്ല, നമ്മളെ വീട്ടിൽ പെരുന്നാളിന് നമ്മൾ പടക്കൊക്കെ വാങ്ങി പൊട്ടിക്കും. അപ്പൊ പടക്കം പൊട്ടിക്കുമ്പോ പടക്കം പേടിയുണ്ടെങ്കിൽ പേടിന്ന് വെച്ചാ നല്ല ശബ്ദത്തിലല്ലേ പേടിണ്ടാവും. ഓൾക്ക് പേടിയുള്ള വാങ്ങാം. എനിക്ക് അതിന് നല്ല പൈസ ഒരു വിഷയമല്ലല്ലോ. പൈസ വിഷയമില്ലല്ലോ. ₹200 കൊടുത്തിട്ടുള്ളൂ പടക്കം വാങ്ങാൻ. അപ്പൊ ബാക്കി കാണാലാ. സ്വന്തം ഫോട്ടോ കണ്ട് ഇങ്ങനെ സ്വന്തം ഫോട്ടോ ഇങ്ങനെ ഇൻസ്റ്റയിലിടുക. സ്വന്തം ഫോട്ടോ ഇൻസ്റ്റയിലിട്ടിട്ട് എത്ര ലൈക്ക് ഉണ്ട് എത്ര വ്യൂസ് ഉണ്ട് നോക്കിയാ ഞങ്ങളിങ്ങനെ കളിയാക്കും. ഉച്ചമുള്ളി ഗാങ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓരോ ഗ്യാങ്ങിന്റെ പേര് പറയാണ്. ഋഷിമുള്ളി ഗാങ്സ്. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഋഷിമുള്ളി ഗാങ്സ് 6 കേട്ടാ. ഇതിൽ I ആണ്, മറ്റേല് 6 ഋഷിമുള്ളി ഗാങ്സ്. ഇവരൊന്നാളല്ല, വലിയൊരുത്തല്ല. 2 ചെക്കൻ ഫോണിന് നോക്കിക്കണണ്ട. ഒരു 2 ആളും ആ ഗ്യാങ്ങത്തെ ഒന്നാണ്. പിന്നെ ആ ഗണ്ണന്റെ ഫോൺ കാണാത്ത ഒരു ഗ്യാങ്ങും ഇല്ല. പിന്നെ സാനുകാക, അതായത് ക്യാമറാമാൻ രണ്ടിലുണ്ട്. ഇതാണ് ഈ ഗാങ്ങത്തെ ആൾക്കാര്. ഒന്നിങ്ങനെ വെറുതെ കളിയാക്കും. അതാണ് ഓരോ മെയിൻ ഹോബി. ഞങ്ങളിങ്ങനെ തൊള്ള കൂട്ടിയിരിക്കുമ്പോ ഓരിങ്ങനെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പക്ഷെ ഇല്ലാത്തതും കൂടി ഒരു ഉണ്ടാക്കി കളിയാക്കും. ഇല്ലിപ്പ കണ്ണ്
ഫോട്ടോ എടുക്കുന്ന സമയത്ത് കണ്ണാറട്ടാത്തോട്ട് കുറച്ച് ദേഷ്യത്തിലൊക്കെ നമ്മളെ പെരുന്നാളായത് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് ചിലരെ കണ്ണൊക്കെ കുത്തുന്നുണ്ട്. അതുകൊണ്ട് എത്ര പേർക്കുണ്ട് എത്ര പേർക്കുണ്ട് ഇങ്ങനെ സൂര്യന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ അനുഭവിച്ചിട്ടുണ്ട് ആരെങ്കിലും കണ്ണിൽ ഇങ്ങനെ. നമുക്ക് ഇന്നെടുത്ത ഫോട്ടോസൊക്കെ ഈ വീഡിയോന്റെ ലാസ്റ്റില് ഇടലാ എല്ലാരും കമന്റ് ചെയ്യ ആരൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കണ്ണ് കുത്തുന്ന സമയത്ത് സൺഗ്ലാസ് വെച്ചിട്ടുള്ളത് സൺഗ്ലാസ് അല്ല അങ്ങനെ കണ്ണ് കുത്തി കണ്ണ് കുത്തിയിട്ടില്ലേ അത് കമന്റ് ചെയ്യണല്ലോ എല്ലാരും. അത് കമന്റ് നല്ലുണ്ട്. ഇനിയിപ്പോ തണലത്തിരുന്ന് ഫോട്ടോ എടുത്താലും കൂടി അവനക്ക് കണ്ണ് കുത്തും. അതുകൊണ്ട് അവൻ എപ്പോഴും സൺഗ്ലാസസ് വെച്ചോണ്ട് തന്നെയാണ് അവന്റെ പണി. പക്ഷെ ഞാനൊന്നും അങ്ങനെയല്ല. ഋഷിമുള്ളി ടീം ഇവിടെ ഓരോ വീഡിയോ എടുത്തതോടെ ഇത് ഇപ്പൊ പറഞ്ഞു അനിയത്തിയല്ല താത്ത വിനുകാക്ക് അപ്പുറത്തെ മലയാളി. പിന്നെ ഇവന്റെ താത്തയാണ് ഇത്. പക്ഷെ ഈ താത്താൻ എപ്പോഴും ഒരു കാട്ടുണ്ടാവും. വീഡിയോ കഴിഞ്ഞാൽ ഞാൻ ഓനക്ക് രണ്ടെണ്ണം മുട്ടിക്കും. വീഡിയോ നിർത്തണ്ടല്ലേ വേണ്ടല്ലോ. അപ്പൊ ഇച്ചുമുള്ളി ഗ്യാങ്സിന്റെ ലീഡറാണ്. ലീഡർ ഞാനാണ്. പക്ഷെ വേറെ ഒരുത്തണ്ട് ഡീസൽ പറയുന്നു.